Good morning and good afternoon too. Today we will discuss about efficient market hypothesis. The last class we discussed about efficient market hypothesis, a weak form of efficiency. Today we will discuss as a continuation of that class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസിയും അതെങ്ങനെ ടെസ്റ്റിംഗ് ഓഫ് എന്നാണ് മാർക്കറ്റ് എഫിഷ്യൻസി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ പറയുന്നത് semi-strong form of efficiency. So the efficient market hypothesis asserts that financial markets are informationally efficient. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻഫർമേഷണൽ എഫിഷ്യൻ്റ് ആണ് എന്നാണ് അവർ പറയുന്നത്, എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത്. ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായിട്ട് one cannot consistently achieve returns in excess of average market returns on a risk-adjusted basis given the information available at the time of investment is made. തൽഫലമായിട്ട് എന്തിന് സാധിക്കുകയില്ല, ഒരാൾക്ക് കൺസിസ്റ്റൻ്റ്ലി അച്ചീവ് റിട്ടേൺ ഇൻ എക്സസ് ഓഫ് ആവറേജ് മാർക്കറ്റ് റിട്ടേൺ, മാർക്കറ്റ് റിട്ടേണിൽ അധികമായിട്ട് എക്സസ് റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫർമേഷൻസ്, അതായത് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആവറേജ് മാർക്കറ്റ് റിട്ടേണിനെക്കാട്ടിലും കൂടുതൽ റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. In semi-strong form of efficiency, it is implied that share prices adjusted to publicly available new information very rapidly and in unbiased fashion, such as that no excess returns can be earned by trading on that information. ഈ സെമി സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസിയിൽ എന്താ പറയുന്നത്, ഷെയർ പ്രൈസ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സസ് റിട്ടേൺ ക്യാൻ ബി ഏൺഡ്, ദാറ്റ് ഈസ് നോ എക്സസ് റിട്ടേൺ ക്യാൻ ബി ഏൺഡ് ബൈ ട്രേഡിംഗ് ഓൺ ദാറ്റ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ നമുക്ക് അറിയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ നമുക്ക് വെച്ചുകൊണ്ട് എക്സസ് റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. So semi-strong form of efficiency implies that neither fundamental analysis nor technical analysis techniques will be able to reliably produce excess return. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് നടത്തിയതിനെ കൊണ്ടോ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയത് കൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സസ് റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. So the semi-strong form of market efficiency assumes that the current price reflects all readily available information. കറണ്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, എല്ലാ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെയും എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഏത് എഫിഷ്യൻസിയിൽ, സെമി സ്ട്രോങ് ഫോം ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസിയിൽ. So this information will likely include annual reports, earnings reports, announcement and other relevant information that can be readily gathered. എന്താണ്, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഇൻഫർമേഷൻ വിൽ ലൈക്ലി, ഏത് ഇൻഫർമേഷനാണ്, ഈ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആനുവൽ റിപ്പോർട്ട്സ് ആവാം, ഏർണിങ്സ് റിപ്പോർട്ട്സ് ആവാം, ഏതെങ്കിലും അനൗൺസ്മെൻ്റ് ആവാം, അല്ലേ, ആൻഡ് അതർ എന്താണ് റെലവൻറ്റ് ഇൻഫർമേഷൻ, അതായത് പബ്ലിക്കലി എന്ത് ചെയ്യാൻ പറ്റുന്ന, പൊതുവായിട്ട് ഇപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് പ്രകാരം ബാലൻസ് ഷീറ്റിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എന്ത് ചെയ്യേണ്ടതാണ്, പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള എന്താണ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സസ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് സെമി സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി പറയുന്നത്. So the implication of semi-strong hypothesis is that fundamental analysts cannot make superior gains by undertaking fundamental analysis because stock price adjusted to new piece of information as soon as they received. There is no time gap in which a fundamental analyst can trade for superior gains. അതായത് ഈ ഒരു സെമി സ്ട്രോങ് ഹൈപ്പോത്തസിസിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ഫണ്ടമെൻ്റൽ അനാലിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സുപ്പീരിയർ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല. അയാൾ
ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി എന്ത് ചെയ്തിട്ടുള്ള അയാളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അയാൾക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല, ഒരു സുപ്പീരിയർ ഗെയിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ അതിൻ്റെ കാരണം? ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്ന സമയത്ത്, റിസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ന്യൂ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോക്ക് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റോക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ദ ന്യൂ പീസ് ഓഫ് ഇൻഫർമേഷൻ ആസ് സൂൺ ആസ് ദേ റിസീവ്ഡ്. കാരണം അതിൻ്റെ ഇടയിൽ അയാൾ എന്ത് കിട്ടില്ല, there is no time gap in which fundamental analyst can trade for superior gains. എന്താണ് സുപ്പീരിയർ ഗെയിൻസ് നേടിയെടുക്കാനുള്ള, എന്താണ് ട്രേഡ് ചെയ്യാനുള്ള എന്താണ് ഒരു സമയം എന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ അനലിസ്റ്റിന് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഇനി ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? എംപിരിക്കൽ ടെസ്റ്റ് ഓഫ് എന്താണ് സെമി സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി. മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണോ എഫിഷ്യൻ്റ് അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത് നോക്കുക. സെമി സ്ട്രോങ് ഫോം ടെസ്റ്റ് ഡീൽ വിത്ത് വെദർ ഓർ നോട്ട് സെക്യൂരിറ്റി പ്രൈസസ് ഫുള്ളി റിഫ്ലക്റ്റഡ് ഓൾ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ. എന്താ ഇത് ഡീൽ ചെയ്യുന്നത്? സെമി സ്ട്രോങ് ഫോം ടെസ്റ്റ് ഡീൽ വിത്ത് എന്ത്, വെദർ ഓർ നോട്ട് സെക്യൂരിറ്റി പ്രൈസസ് ഫുള്ളി റിഫ്ലക്റ്റ് ഓൾ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻ. ഈ സെക്യൂരിറ്റി പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ടോ, എല്ലാ പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷൻസിനെയും എന്ത് ചെയ്യുന്നുണ്ടോ, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. സെമി സ്ട്രോങ് ഫോം ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. These tests attempt to establish whether share prices react precisely and quickly to new items of information. ഷെയർ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ടോ, ഈ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ടോ, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ടോ, പുതിയ ഇൻഫർമേഷൻസ് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ടോ, പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. If price do not react quickly and adequately, then an opportunity exists for investors to earn excess returns by using this information. അപ്പം എന്ത് ചെയ്യുന്നില്ല എങ്കിൽ, ഇഫ് പ്രൈസ് ഡു നോട്ട് റിയാക്ട് ക്വിക്ക്ലി ആൻഡ് ആഡ്വക്കേറ്റ്ലി, ഇല്ല ക്വിക്ക്ലി ആയിട്ടും ആഡ്വക്കേറ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നില്ല എങ്കിൽ, റിയാക്ട് ചെയ്യുന്നില്ല എങ്കിൽ, ദെൻ an opportunity exists for എന്താണ്, ഇൻവെസ്റ്റേഴ്സ് എന്താണ്, ഇൻവെസ്റ്റേഴ്സിന് എന്തുണ്ടാക്കാനുള്ള, ഒരു എക്സസ് റിട്ടേൺ ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സസ് റിട്ടേൺ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിൻ്റെ പ്രോഫിറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ പ്രോഫിറ്റ് പാറ്റേണിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എന്തറിയാം, അതിൻ്റെ ഷെയർ പ്രൈസ് കുറവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഷെയർ പോയി വാങ്ങും അല്ലേ. ഷെയർ പോയി വാങ്ങിയിട്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അത് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് വില കൂടും. ആ കൂടുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ ഷെയർ എനിക്ക് കൂടിയ വിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. അങ്ങനെയാണ് എന്തുണ്ടാക്കുക, എക്സസ് റിട്ടേൺ ഉണ്ടാക്കുക. ഓക്കെ. പക്ഷേ എന്താണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം എപ്പോഴൊക്കെയാണോ ആ പ്രോഫിറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്, റിസീവ് ചെയ്യുന്നത്, ആ സമയം തന്നെ എന്ത് ചെയ്യും, ഷെയർ എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് ഏത് പറയുന്നത്, സെമി സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി പറയുന്നത്. ഇനി എന്ത് ചെയ്തിട്ടില്ല എങ്കിൽ, പെട്ടെന്ന് തന്നെ അത് റിയാക്ട് ചെയ്തിട്ടില്ല എങ്കിൽ, അവിടെ എന്തിനുള്ള ഒരു സാധ്യത ഉണ്ട്, എക്സസ് റിട്ടേൺ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. നോക്കുക അതിൻ്റെ മെത്തഡോളജി നോക്കുക. ദ ജനറൽ മെത്തഡോളജി ഫോളോഡ് ഇൻ ദീസ് സ്റ്റഡീസ് ഹാസ് ബീൻ ടു ടേക്ക് ആൻ എക്കണോമിക് ഇവൻറ്റ് ആൻഡ് മെഷർ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ദ ഷെയർ പ്രൈസ്. സാധാരണയായിട്ട് ഇതിൽ ഇങ്ങനെയുള്ള സ്റ്റഡികളിൽ തുടർന്ന് വരുന്നൊരു മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇവൻ്റ് എടുക്കുകയും അതിൻ്റെ ഇമ്പാക്റ്റ് ഷെയർ പ്രൈസിൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഇമ്പാക്റ്റ് കൺസിഡർ ചെയ്യുന്നത്, ദ ഇമ്പാക്റ്റ് ഈസ് മെഷേർഡ് ബൈ ടേക്കിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ റിട്ടേൺ ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ എ സെക്യൂരിറ്റി. ഇമ്പാക്റ്റ് മെഷർ ചെയ്യുന്നത് എന്ത് തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ടാണ്, ആക്ച്വൽ റിട്ടേണും സെക്യൂരിറ്റിയുടെ ആക്ച്വൽ റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ എ സെക്യൂരിറ്റി ഈസ് ജനറലി എസ്റ്റിമേറ്റഡ് അല്ലേ. ഒരു സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോഡൽ സിംഗിൾ ഇൻഡെക്സ് മോഡലാണ്. വില്യം ഷാർപ്പിൻ്റെ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. സോ ഇവിടെ നോക്കുക, ജസ്റ്റ് നോക്കുക, RI = α I + β I RM പ്ലസ് എന്താണ് AI
RI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ആണ്, RM എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് റിട്ടേൺ ആണ്, പിന്നെ അതേപോലെ എന്താണ് ആൽഫ ഐയും ബീറ്റ ഐയും കോൺസ്റ്റൻ്റ് ആണ്, EI എന്ന് പറഞ്ഞാൽ എറർ ഫാക്ടർ ആണ്, റാൻഡം എറർ. അപ്പോൾ ഈ തരത്തിലുള്ള അനാലിസിസിനെ നമ്മൾ പറയുന്ന പേരാണ്, ദിസ് അനാലിസിസ് ഈസ് നോൺ ആസ് റെസിഡ്യൂവൽ അനാലിസിസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിഡ്യൂവൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദ പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ റിട്ടേൺ ആൻഡ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ റെപ്രസെൻറ്റ് ദ എക്സസ് റിട്ടേൺ ഏൺഡ് ഓൺ സെക്യൂരിറ്റീസ്. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം, അതായത് എക്സ്പെക്റ്റഡ് റിട്ടേണും ആക്ച്വൽ റിട്ടേണും തമ്മിലുള്ള വ്യത്യാസം പോസിറ്റീവ് ഡിഫറൻസ് ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, സെക്യൂരിറ്റീൻ്റെ മുകളിൽ എന്തുണ്ടായിട്ടുണ്ട്, എക്സസ് റിട്ടേൺ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി ഇഫ് ദ എക്സസ് റിട്ടേൺ ഈസ് ക്ലോസ്ഡ് ടു 0 ആണ് എങ്കിൽ, എക്സസ് റിട്ടേൺ പൂജ്യത്തിനോട് അടുത്ത ഒരു സംഖ്യ ആണ് എങ്കിൽ, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ പ്രൈസ് റിയാക്ഷൻ ഫോളോയിങ് ദ പബ്ലിക് അനൗൺസ്മെൻറ്റ് ഓഫ് എൻ ഇൻഫർമേഷൻ ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് പ്രൈസ് അഡ്ജസ്റ്റഡ് ദ ന്യൂ ലെവൽ അറ്റ് മോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. എന്ത് ചെയ്തിട്ടുണ്ട്, 0ൻ്റെ അടുത്താണ് എക്സസ് റിട്ടേൺ വന്നിട്ടുള്ളത് എങ്കിൽ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ള എന്താണ്, ആ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസിൽ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്, അതൊരു പുതിയ ലെവൽ ഓഫ് പ്രൈസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദസ് ദ ലാക്ക് ഓഫ് എക്സസ് റിട്ടേൺ വുഡ് വാലിഡേറ്റ് സെമി സ്ട്രോങ് ഫോം ഓഫ് എന്നാണ് എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സെമി സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസിയിൽ എക്സസ് റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കുവാൻ സാധ്യത കുറവാണ്. അടുത്താണ് എന്ത്, സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി. ഇൻ എ സ്ട്രോങ് ഫോം എഫിഷ്യൻറ്റ് മാർക്കറ്റ് സെക്യൂരിറ്റി പ്രൈസസ് ഫുള്ളി റിഫ്ലക്ട് ദ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻഫർമേഷൻ. എന്താണ്, സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസിയിൽ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസിനെയും എന്ത് ചെയ്യുന്നു, ഷെയർ പ്രൈസ് റിഫ്ലക്ട് ചെയ്യുന്നു, ബോത്ത് സെക്യൂരിറ്റി എന്താണ് പ്രൈവറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ എന്താണ് പബ്ലിക് ആണെങ്കിലും. അതുകൊണ്ട് തന്നെ therefore insiders could not generate abnormal returns by trading on private information because it would already figure into market prices. എന്താണ്, അതുകൊണ്ട് തന്നെ ഇൻസൈഡേഴ്സ്, അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് തന്നെ, അതായത് കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകളാണ് അതിൻ്റെ ഇൻസൈഡേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലേ, ആ ഉള്ളിലുള്ള ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അബ്നോർമൽ റിട്ടേൺ ഉണ്ടാക്കുവാൻ പറ്റില്ല. കാരണം എന്താണ്, അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്കറ്റ് പ്രൈസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. So the directors of the companies and other persons occupying senior management positions within companies have access to much information that is not available to the general public. എന്താണ്, അതാണ് ഇൻസൈഡേഴ്സ്. എന്താണ്, അപ്പം നേരത്തെ പറഞ്ഞ ആളുകൾ എന്തുണ്ടാവും, ഡയറക്ടർ ആയിട്ടുള്ള ആളുകൾ, അതേപോലെ എന്താണ് കമ്പനിയുടെ സീനിയർ മാനേജ്മെൻറ്റ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക്, ഈ ആളുകൾക്കൊക്കെ ജനറൽ പബ്ലിക്കിന് അറിയാത്ത പല ഇൻഫർമേഷൻസിനും ആരെ പറ്റിയിട്ട് അറിയാം, കമ്പനിയെ പറ്റിയിട്ട് എന്ത് ഉണ്ടാവും, അറിയുന്നുണ്ടാവും. സോ മ്യൂച്വൽ ഫണ്ട് ആൻഡ് അതർ പ്രൊഫഷണൽ അനലിസ്റ്റ് ഹു ഹാവ് ലാർജ് റിസർച്ച് ഫെസിലിറ്റീസ്. എന്താണ്, മ്യൂച്വൽ ഫണ്ടും അതേപോലെ എന്താണ് റിസർച്ച് പ്രൊഫഷണൽ അനലിസ്റ്റുകൾ, ഈ പ്രൊഫഷണൽ അനലിസ്റ്റുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ റിസർച്ച് ഫെസിലിറ്റീസൊക്കെ സൗകര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, മേ ഗ്യാദർ മച്ച് പ്രൈവറ്റ് ഇൻഫർമേഷൻ റിഗാർഡിങ് ഡിഫറെൻറ്റ് സ്റ്റോക്ക് ഓൺ ദെയർ ഓൺ, അവരുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഈ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊഫഷണൽ അനലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഗ്യാദർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്യുന്നു. നമ്മൾ നോക്കുക, ടെസ്റ്റ് ഓഫ് സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. രണ്ട് തരത്തിലാണ് ദ സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി ടെസ്റ്റ് ഇൻവോൾവ് 2 ടൈപ്സ് ഓഫ് ടെസ്റ്റ്. രണ്ട് തരത്തിലുള്ള ടെസ്റ്റാണ് ഈ സ്ട്രോങ് ഫോമിൽ എന്ത് ചെയ്യണത്, ടെസ്റ്റ് ചെയ്യണത്. ഒന്നാമത്തത്, ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് അറ്റംപ്റ്റ് ടു ഫൈൻഡ് whether those who have access to inside information have been able to utilize profitably such inside information to earn excess return. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഈ ആളുകൾക്ക് എന്തുണ്ടാവും, ഇൻസൈഡ് ഇൻഫർമേഷനെ പറ്റിയിട്ടുള്ള അറിവുകൾ ഉണ്ടാവും. ഈ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചോ, പ്രോഫിറ്റബിളി യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചോ, അതായത് എക്സസ് റിട്ടേൺ ഇൻസൈഡ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സസ് റിട്ടേൺ അല്ലെങ്കിൽ അബ്നോർമൽ റിട്ടേൺ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ടെസ്റ്റ്.
രണ്ടാമത്തത് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് എക്സാമിൻ ദ പെർഫോമൻസ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ് ടു സീ if these have succeeded in achieving superior returns with the use of private information generated by them. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ പ്രൊഫഷണൽ അനലിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് വെച്ചിട്ട് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള എന്താണ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ടോ, എക്സ്റ്റേണൽ റിട്ടേൺ എന്ത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അബ്നോർമൽ റിട്ടേൺ എന്ത് ചെയ്തിട്ടുണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ, അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്തിട്ടുണ്ടോ ആ രീതിയിൽ സുപ്പീരിയർ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. So the results of research on strong form of efficient market hypothesis may be summarized as follows. അപ്പോൾ എന്താണ് ഇതിനായി ബന്ധപ്പെട്ട റിസർച്ച് നമുക്ക് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ സമ്മറൈസ് ചെയ്യാം? ഇൻസൈഡ് ഇൻഫർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഏൺ എബവ് ആവറേജ് റിട്ടേൺസ്. എന്താണ് ഇൻസൈഡ് ഇൻഫർമേഷൻസ് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇൻസൈഡ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് എബവ് ആവറേജ് റിട്ടേൺ എന്ത് ചെയ്തിട്ടുണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റ് ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഏൺ എബവ് ആവറേജ് റിട്ടേൺ. എന്താണ് മ്യൂച്വൽ ഫണ്ടിനും അതേപോലെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അനലിസ്റ്റിനും എന്ത് ചെയ്ത് അവരുടെ എന്താണ് റെക്കമെൻഡേഷനെ കൊണ്ട് സുപ്പീരിയർ റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, എബവ് ആവറേജ് റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു എന്താണ് രണ്ടാമത് വരുന്ന കൺക്ലൂഷൻ. ഓക്കെ, ഇതാണ് എന്താ 3 ഫോംസ് ഓഫ് എന്താണ് മാർക്കറ്റ് എഫിഷ്യൻസി ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ആദ്യം എന്താണ് ഇൻഫർമേഷൻ ഓൺ ദ പാസ്റ്റ് സ്റ്റോക്ക് പ്രൈസസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, പബ്ലിക് ഇൻഫർമേഷൻ, അതേപോലെ എന്താണ് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ സ്ട്രോങ്ങിൽ. ഓക്കെ, ഇതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടാണ് എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസിൻ്റെ. So efficient market hypothesis is a financial theory that says that the asset or security price reflect all available information or data. എന്താണ് എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുന്ന ഫിനാൻഷ്യൽ തിയറിയാണ്, എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യുന്നു അസറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ തിയറിയാണ് എന്താ എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്. പ്രധാനമായിട്ടും 2 അസംഷൻസാണുള്ളത്. ഇൻവെസ്റ്റേഴ്സ് ആക്ട് റാഷണലി ആൻഡ് നോർമൽ ആൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ഫ്രീലി. ഇതാണ് പ്രധാനപ്പെട്ട 2 എന്നാണ് അസംഷൻ. ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആയിട്ടുള്ള ആളുകളാണ്, അതേപോലെ എന്താണ് ഇൻഫർമേഷൻസ് എല്ലാ ആളുകൾക്കും എന്താണ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും അവൈലബിൾ ആണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കുക. തിയറി സേസ് ദാറ്റ് എന്താണ് സ്റ്റോക്ക് ട്രേഡ്സ് അറ്റ് ഫെയർ വാല്യൂ അറ്റ് ഓൾ ടൈംസ്. എന്താണ് നമ്മൾ പറഞ്ഞു ഇൻട്രിൻസിക് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂവിനാണ് എന്ത് ചെയ്യുക ഷെയറിൻ്റെ പ്രൈസിൽ എന്തുണ്ടാവുന്നില്ല, വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഇൻട്രിൻസിക് വാല്യൂവിൽ നിന്നും എന്തുണ്ടാവുന്നില്ല, വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഫെയർ പ്രൈസിനാണ് എന്ത് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് EMH സജസ്റ്റ് ദാറ്റ് എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് സജസ്റ്റ് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ഓർ സെൽ ഇറ്റ് എന്നാണ് അറ്റ് പ്രീമിയം. കാരണം ഫെയർ എല്ലാം ഇൻട്രിൻസിക് വാല്യൂവിന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് അവിടെ അണ്ടർ വാല്യൂഡിൻ്റെയും ഓവർ വാല്യൂഡിൻ്റെയും ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ആൻഡ് ഇറ്റ് സജസ്റ്റ് ഇതായിരുന്നാണ് ഫണ്ടമെൻ്റൽ ഓർ ടെക്നിക്കൽ അനലിസ്റ്റ് ആർ നോട്ട് യൂസ്ഫുൾ ഇൻ അണ്ടർ എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിൽ. എന്താണ് എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് ഫണ്ടമെൻ്റൽ അനാലിസിസിനും ടെക്നിക്കൽ അനാലിസിനും എന്ത് ചെയ്യുന്നില്ല, വലിയ പ്രാധാന്യമൊന്നും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ക്രിട്ടിക്സ് ഓഫ് അതിൻ്റെ EMH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് എക്സസ് റിട്ടേൺ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത്. പക്ഷേ ചില ആളുകൾ വാരൻ ബഫറ്റിനെ പോലുള്ള പോൾ ടോഡർ ജോൺസ്, അതേപോലെ ജോൺ ടംപ്ടനെ പോലുള്ള ചില ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് റിട്ടേൺസിനെ എന്ത് ചെയ്തിട്ടുണ്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ലോങ് റണ്ണിൽ. അതേപോലെ EMHനെതിരായുള്ള സീസ് ഇതായിരുന്നാണ് ഫ്യൂ ഫിനാൻഷ്യൽ ഈവൻസ് കുഡ് പുഷ് ദ സ്റ്റോക്ക് അവേ ഫ്രോം ദെയർ ഫെയർ വാല്യൂ ഇൻ എ സിംഗിൾ ഡേ. എന്നാണ് ചില ഫിനാൻഷ്യൽ ഈവൻറ്റിനെ അല്ലെങ്കിൽ ചില സംഭവങ്ങൾക്ക് അവരുടെ ഇൻട്രിൻസിക് വാല്യൂവിൽ നിന്നും ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിൽ നിന്നും പുഷപ്പ് ഒരു ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് പുഷപ്പ് ചെയ്ത് നിർത്താനുള്ള കഴിവ് ഉണ്ട് എന്നാണ്. ചില അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫെയർ വാല്യൂ ആയിരിക്കില്ല ഉണ്ടാവുക എന്നാണ് പറയുന്നത്, ക്രിട്ടിക്സ് പറയുന്നത്. ഇനി ഫോംസ് ഓഫ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് വീക്ക് ഫോം, സെമി സ്ട്രോങ് ഫോം, സ്ട്രോങ് ഫോം. വീക്ക് ഫോമിൽ നമ്മൾ പാസ്റ്റ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സെമി സ്ട്രോങ്ങിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പബ്ലിക്കലി അവൈലബിൾ ഇൻഫർമേഷനാണ്. അതേപോലെ തന്നെ എന്തില്ല
നോ ഇമ്പോർട്ടൻസ് ടു എന്താണ് ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. സ്ട്രോങ് ഫോമിൽ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസ്, ഓൾ ഇൻഫർമേഷൻസിനെയും എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് അവൈലബിൾ ടു എന്താണ് ഇൻസൈഡേഴ്സ്. And if you are regarding any question regarding the session, you can ask.